കേട്ടോ മീൻ. അയലയാണ്. അയല നല്ല ഒന്നാം തരം അയല, അടിപൊളി ഒന്നാം തരം അയലയാണ് ഈ കാണുന്നത്. നോക്കിക്ക്, എന്തോ ഒരു അയലയാണ് കിടക്കുന്നത്. പിടിച്ചോണ്ട് വന്ന വഴിയാ അയല. എന്നാ സാധനം? അത് നങ്കൂരമാണ്. പക്ഷെ ഈ ഫ്രഷ് മീനിന് മണമൊന്നുമില്ല കേട്ടോ. ഫ്രഷ് മീനിന് മണമൊന്നുമില്ല. ഹായ്, എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ഞാനിപ്പോൾ ആന്ധ്രാപ്രദേശ് ഓങ്കോളിനടുത്ത് കൊത്തപ്പട്ടണം എന്ന ബീച്ചിലാണ്. ഇതുണ്ടോ? ഇപ്പം എൻ്റെ കൂടെ മനോജ് സാറുണ്ട്. ഇന്ന് മുഴുവൻ ഇവിടെ കറങ്ങുകയാണ്. എന്താ ഇവിടുത്തെ പ്രത്യേകതകൾ? ഇവിടുത്തെ പ്രത്യേകതകൾ എന്ന് പറഞ്ഞാൽ ഇതൊരു വലിയ ബീച്ചാണ്. അതായത് ഇത് നമ്മുടെ ബംഗാൾ ഉൾക്കടലിനോട് ചേർന്നുള്ള ഉൾക്കടലിൻ്റെ ഭാഗമായിട്ടുള്ളൊരു ബീച്ചാണിത്. അപ്പോൾ ഇത് ഇവിടെ ഏതാണ്ട് 50 കിലോമീറ്ററുകളാണ് ഈ ഒരു ജില്ലയുടെ, പ്രകാശം ജില്ലയുടെ ഈ സമുദ്രതീരം. നമ്മുടെ മൊത്തം കേരളത്തിന് 350 കിലോമീറ്ററുകൾ മാത്രമേ സമുദ്രതീരമുള്ളൂ. പക്ഷേ ഈ ഒരു ജില്ലയ്ക്ക് മാത്രം 50 കിലോമീറ്റർ കോസ്റ്റ് ഉണ്ട്. 50 കിലോമീറ്റർ. അതിനകത്ത് ഈ ഒരു കൊത്തപ്പട്ടണം എന്ന് പറയുന്ന പ്രകാശം ജില്ലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബീച്ചാണ്. എല്ലാ ദിവസവും ആൾക്കാർ ഇവിടെ വരികയും ഈ ഒരു സമുദ്രം അവർ വളരെ ആസ്വദിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ബീച്ചാണിത്. ഇവിടെ പല കുതിരകളുണ്ട്, അതുപോലെ തന്നെ ജീപ്പുകളുണ്ട്, അതുപോലെ തന്നെ ഭക്ഷണങ്ങളുണ്ട്. ഇവിടെ ആയിരക്കണക്കിന് ആൾക്കാർ ഒരു ദിവസം മത്സ്യം പിടിക്കാൻ വേണ്ടി പോകുന്ന ഒരു കാഴ്ചയാണ്. അതായത് ഇതെല്ലാം ബോട്ടുകളാണ്. ഇവിടുന്ന് കേരളത്തിലേക്കൊക്കെ മത്സ്യം കയറ്റുമതി ചെയ്ത് പോകുന്നുണ്ട്. ഡെയിലി കേരളത്തിലേക്ക് മത്സ്യം കൊണ്ടുപോകുന്നുണ്ട്. വെള്ളത്തിൽ നിന്ന് പിടിച്ചിരുന്നുണ്ടോ? ഇതവര് മീനിന് പോയിട്ട് വന്നിരിക്കുന്നതാണ്. ഇവിടെ നാട്ടിലെ അയല കണ്ടോ? അയല, അടിപൊളി അയല, അടിപൊളി അയല. അതിനകത്ത് വെള്ളത്തിനകത്ത് കിടക്കുന്നുണ്ട്. ആഹാ, വെരി ഗുഡ്. ബോട്ടിനകത്ത് എല്ലാം കിടക്കുക ഫ്രഷ് ആയിട്ടുള്ള അയലയാ. നല്ല സൂപ്പർ അയല, അടിപൊളി. ഇല്ലാത്തതാണ്, ഒരു കെമിക്കൽ ഇല്ലാത്ത അയലയാണ്. അടിപൊളി. ഇതൊക്കെ എന്നാ വില വരും സാറേ? ഇവിടെ ചോദിക്കുന്നു. ചോദിച്ചേ. കിടക്കുന്നുണ്ടോ? ഇതിപ്പോ മീൻ പിടിച്ചോണ്ട് വന്നേക്കുന്നേ ഉള്ളൂ. ഇതുണ്ടോ? മീൻ പിടിച്ചോണ്ട് വന്നേക്കുന്ന എല്ലാം അയലയാണ് സാറേ. ഈ അയലല്ലാതെ വേറെ ഒന്നും കാണുന്നില്ല എൻ്റെ അത്. ഇത് വലിയ അയലയല്ലേ? അതെ, ഉണങ്ങി കിടക്കുക. നല്ല മീനാ. ഉണങ്ങി വെള്ളത്തിനകത്ത് സാറേ സാറേ അയ്യോ, വലിയ ആമ. അതേണ്ടേ, ആമ വരുന്നു. ഞാൻ പറഞ്ഞില്ലേ, കരയ്ക്കൊന്ന് നിൽക്കാറ് അടിയുന്നത്. പിടിക്കണോ? മനോജ് സാർ ആമയെ പിടിക്കാൻ പോവാണ്.
ആ അടിപൊളി. ഓ ആമ ചത്തുപോയി. എന്നാ വലിയ ആമയെന്ന് നോക്കിക്കേ. അല്ല അന്നേരം വെള്ളം വന്നാലോ. ഇതുണ്ടോ ആമ കിടക്കുന്നേ ഉണ്ടോ. ഇവിടെയും അയലയാണ്. അയല അയല. സാറേ ഈ അയല മാത്രമേ കിട്ടുന്നുള്ളൂ? അയ്യോ 50 കിലോമീറ്റർ നീളം ഉണ്ടല്ലേ. ഫ്രഷ് മീനാണ്. ഇപ്പൊ ഈ മീനിന്റെ സമയം പിന്നെ ചൂരയും കിട്ടും. ചൂരയും സാധാരണയായിട്ട് ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പൊ ഈ മീനിന്റെ സമയമാണ്. അയല മാത്രമേ ഉള്ളൂ. അയല മാത്രമേ ഉള്ളൂ. ചൂര നമുക്ക് ചില സമയങ്ങളിൽ കൂടെ കാണാൻ പറ്റും. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മീൻ അയല ആണോ? ഒരു കിലോ അയല വാങ്ങിച്ചിട്ട് പോയാലോ? ഓ അവിടെ ആരാ കറി വെക്കാനാണ്? കറിയൊക്കെ നമുക്ക് നോക്കാം. ഒരു ഉണക്കമീൻ്റെ കടയിലാണിപ്പോൾ. ഇതുണ്ടോ ഉണക്കമീൻ? സമുദ്രത്തിന്റെ തീരത്ത് തന്നെയുള്ള ഒരു ഉണക്കമീൻ. പാരയോ? ചെറിയ ചെമ്മീൻ. അയ്യോ ഇത്രയും കുഞ്ഞ് ചെമ്മീൻ ഞാൻ ആദ്യമായിട്ട് കാണും കേട്ടോ. അത് പാമ്പാടയില്ലേ? ഇതുണ്ടോ ചെമ്മീൻ? ഇതുണ്ടോ പാമ്പാട? കണ്ടാ പാമ്പാന്ന് തോന്നും. ആണോ? ഉണക്കമീൻ്റെ കടയാണ്. അതേ കണ്ടോ, അത് നമ്മൾ കൊഴുവ. ഉണക്കമീൻ കടയാണ് ഈ കാണുന്നത്. പക്ഷെ നമ്മുടെ നാട്ടിലൊക്കെ മീൻ ഉണങ്ങുന്ന ഇങ്ങനെ വയറ് കീറിക്കളഞ്ഞൊന്നുമല്ല. ഇവിടെ തന്നെ അങ്ങനെ ചെയ്യുന്നേ? അതെന്താണെന്ന് അറിയത്തില്ല. കാരണം അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് അഴുകി പോകുന്നു ഇവിടുത്തെ കാലാവസ്ഥ. ഇത് 300 രൂപ കിലോ. ഇതിന് അതിന് 300 രൂപ ഉള്ളൂ. അപ്പോൾ പിന്നെ അതിന് വില കൂടുതലല്ലേ? 300 രൂപയാണ്. ആയിക്കോട്ടെ.